ഹലോ, ഞാൻ ഉണ്ടല്ലോ ഇന്നൊരു കയാക്കിങ്ങിന് പോകുന്നു. വീഡിയോ ടൈറ്റിൽ കണ്ട എല്ലാവർക്കും സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൻ്റെ അടുത്തുള്ള കവ്വായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഒരുപാട് മുന്നേ അറിയാമായിരുന്നെങ്കിലും ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കയാക്ക് ചെയ്ത് എത്തുന്നത് ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്കാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കയാക്കിങ് മാത്രമല്ല കേട്ടോ, സ്പീഡ് ബോട്ടും ഉണ്ട്. അതുപോലെ കേരള ഗവൺമെന്റിന്റെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ ഈ കയാക്കിങ് നടത്തുന്ന ചേട്ടനുണ്ട്, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഡ്രോണൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. പക്ഷെ ക്ലൈമറ്റ് ഒരുമാതിരി മഴ പെയ്യാൻ പോകുന്ന ക്ലൈമറ്റ് ആയിരുന്നു. സോ ആ ഏട്ടൻ എനിക്കൊരു ബാഗൊക്കെ തന്നു, വാട്ടർ പ്രൂഫ് ബാഗൊക്കെ. അത് മാത്രമല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു കവറും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഫോണൊക്കെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് വെരി നൈസ്. ഇതാണ് ഈ സ്ഥലമല്ലേ. പെർ പേഴ്സൺ 300 റുപ്പീസാണ് കയാക്കിങ്ങിൻ്റെ ചാർജ് വരുന്നത്. ഇവിടെ സിംഗിൾ കയാക്കും ഡബിൾ കയാക്കും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കയാക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ കയാക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് സ്പീഡ് ബോട്ടും എടുക്കാം. ഈ കോസ്റ്റ് വരുന്നത് 1 മണിക്കൂറിനേക്കാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കയാക്ക് ചെയ്തിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയൊന്നുമല്ല, ഭയങ്കര ഈസി എന്നല്ല, മോഡറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ കയാക്ക് ചെയ്ത് എത്തുന്നത് ഈ കാണുന്ന കണ്ടൽക്കാടുകൾക്കിടയിലേക്കാണ്. ഇപ്പോൾ നല്ല വെള്ളമുള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയാക്ക് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം താഴ്ന്നിട്ടുണ്ടാവും. സോ അന്നേരം ഫുൾ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കയാക്ക് പുറത്ത് വെക്കേണ്ടി വരും. ആൻഡ് ഇവിടെ ആഴം വളരെ കുറവാണ്. സോ നിങ്ങളിവിടെ എത്തിയതിനു ശേഷം സ്പീഡ് ബോട്ടിലാണെങ്കിൽ അവർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുക ചെയ്യുക. കയാക്കിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്തി കയാക്കിങ് സൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാവുന്ന ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. നല്ല രസമാണ്. ഏറ്റവും ബെസ്റ്റ് ഈവനിങ് ടൈമിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആകുമ്പോൾ വെയിലും കുറച്ച് താഴ്ന്നിട്ടുണ്ടാവും, മൊത്തത്തിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. വടക്കൻ കേരളത്തിൽ മാത്രമായി കണ്ടുവരുന്ന പ്രത്യേകതരം പാതിരാക്കാറ്റല്ല, വൈകുന്നേരത്തെ കാറ്റുണ്ട്. ആ കാറ്റ് ആസ്വദിച്ച് മെല്ലെ മെല്ലെ തുഴഞ്ഞു പോവാം.